ഹേ ഗൈസ്, ഞാൻ സുബിയാണ്. ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഐഫോൺ യൂസ്ഡ് എങ്ങനെ വാങ്ങിക്കാന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് 6 മിനിറ്റിൽ ഒതുങ്ങുന്ന വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബും ബെല്ലൈക്കണും പ്രസ്സാക്കാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാനും മറക്കണ്ട. കമൻറ്റ് ബോക്സിൽ നിങ്ങളെ പേര് എഴുതിയിട്ട് ഇടുക. ഞാനൊരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേര് ഞാൻ ഇറക്കിട്ടിട്ടാണ് ഗിവ് അവേ കൊടുക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഇതാണ് ഐഫോൺ 11. ഇപ്പോൾ ഒരാൾ കൊടുത്തയച്ചാണ് യൂസ്ഡ്. നമ്മളിനി പർച്ചേസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം, നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഓണായി വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് നോക്കാം. യൂസർ മാനുവൽ ബുക്ക്, പിന്നെ സിം ഇഞ്ചക്ടർ കൊടുത്തു വിട്ടിട്ടില്ല, പിന്നെ അതേപോലെ തന്നെ ഡാറ്റ കേബിൾ, പിന്നെ അതേപോലെ തന്നെ വേറെ ഒന്നുമില്ല, വെറും ഒരു ഡാറ്റ കേബിളും ഒരു ഫോണും മാത്രമേ കൊടുത്തു വിട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ എങ്ങനെയുണ്ട്, എങ്ങനെ യൂസിങ് ഉള്ള എങ്ങനെയാണെന്ന് നോക്കാം. നല്ല റഫ് യൂസ് ചെയ്തിക്കോ എങ്ങനെയാണെന്നല്ലോ. ഓക്കെ, ഇത് സെറ്റപ്പ് ചെയ്യണമല്ലോ. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ ഒരു പാസ്വേഡ് ഇടട്ടെ. വൈഫൈ പാസ്വേഡ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ്, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചെറിയ വീഡിയോ ആയിരിക്കും, എന്നാലും ഞാൻ ഞങ്ങൾക്കറിയുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ തന്നെ, വേറെ ഒന്നുമില്ല. നല്ല വൈറ്റ് കളറാണ്, കവറിലും തന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും. പിന്നെ ഹെഡ്ഫോണും മറ്റേ ഇതും തന്നിട്ടില്ല, അതിൻ്റെ ബേജാർ എന്തായാലും ഉണ്ട്. സ്ക്രാച്ച് ഒന്നുമില്ല, അതാ നല്ല അടിപൊളി സെറ്റാണ്, ഒരു സ്ക്രാച്ചും ഇല്ല. ഓക്കെ, കിട്ടില്ല പോലത്തെ സെറ്റാണ്, കണ്ടോ, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗ്ലാസ് പ്രൊട്ടക്ടർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വിൽക്കുന്ന പക്ഷേ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക, എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതാ തന്നെ കണ്ടിന്യൂ. സെറ്റപ്പ് ലേറ്റർ, പാസ്കോഡ് സെറ്റപ്പ് ലെറ്റർ തന്നെ കൊടുക്കാമല്ലോ. ഡോണ്ട് യൂസ് പാസ്കോഡ്, ഡോണ്ട് യൂസ് നൗ, പാസ്വേഡൊന്നും വേണ്ട. ഡോണ്ട് ട്രാൻസ്ഫർ, ഇതും വേണ്ട. ഇതും നമുക്ക് വയ്യ. സെറ്റപ്പിൻ സെറ്റിങ്സ് വേണ്ട. ഡോണ്ട് യൂസ്, ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കിയിടാൻ അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഓക്കെ, എല്ലാവരും പേർക്കും ആപ്പിൾ ID ഇല്ലാണ്ട് ഐഫോണ് സെറ്റിംഗ് ചെയ്യാൻ പറ്റുമോ എന്നല്ല ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി ഇതേമാതിരി ട്രൈ ചെയ്താൽ മതി. ഓക്കെ, സെറ്റപ്പ് ലെറ്റർ, ഡോൺ ഷെയർ, കണ്ടിന്യൂ ഡൗൺ. സെറ്റപ്പ് കഴിഞ്ഞ് ഞാനിപ്പോൾ സെറ്റിങ്സ് പോവാം. സെറ്റിങ്സ് പോയിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ അബൌട്ട് പോയിട്ട് ഏതാ സീരീസ് നോക്കാം. M സീരീസ് ആണ്. TRS സ്പെക്കാണ്. TRS സ്പെക്ക് എന്ന് പറഞ്ഞാൽ UIൻ്റെ പീസാണ്. അപ്പോൾ UIൻ്റെ TR ഉള്ള പീസാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഹെൽത്തും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ബാറ്ററി ഹെൽത്ത് 88% ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഫോണാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഫോണാണ് ഇത്. പിന്നെ ഡിസ്പ്ലേ അയച്ചിക്കോ നോക്കാം നമുക്ക്. ഓക്കെ, ഡിസ്പ്ലേ അയച്ചിക്കോ നോക്കാം. ഡിസ്പ്ലേ ഇല്ല, റീപ്ലേസ് ആക്കിയിട്ടില്ല. ഇത് ഡിസ്പ്ലേ അയച്ച സെറ്റാണെങ്കിൽ ഇവിടെ ഈ ട്രൂ ടോൺ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അത് ഫുൾ ബ്രൈറ്റ്നെസ് വെച്ചാൽ നല്ല ക്ലിയർ ഉണ്ടാവും. പിന്നെ അതാ ഈ ട്രൂ ടോണ് ഓൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ സാധനം ഇതിൽ ഉണ്ടാവില്ല. ഡിസ്പ്ലേ റീപ്ലേസ് ആക്കിയ സെറ്റിൽ ഈ സാധനം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ വേറൊരു സ്ഥലത്തും കൂടി കാണിക്കുന്നുണ്ട്. എന്ത്, ഈ ഡിസ്പ്ലേ റീപ്ലേസ് ആക്കിയത് ഇവിടെ ഇപ്പോൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ ഇവിടെ തന്നെ അബൌട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനത്തെ അടുത്ത് വരും നോട്ടിഫിക്കേഷനായിട്ട്, ഡിസ്പ്ലേ വാസ് നോട്ട് ഒറിജിനൽ എന്നെന്തോ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ യൂസ്ഡ് ഐഫോൺ എങ്ങനെ വാങ്ങിക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു നല്ല കിടുക്കാച്ച വീഡിയോ വരുന്നത് വരെ ഇപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക്.